ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന ഖത്തർ. ഇസ്രയേലിന്റെ ആക്രമണം പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഖത്തർ UN രക്ഷാസമിതിക്ക് കത്തയച്ചു. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഹമാസിനെ ആക്രമിക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. എന്നാൽ ഖത്തറിൽ ആക്രമണം നടത്തിയത് നിർഭാഗ്യകരമെന്നും ട്രംപ് പ്രതികരിച്ചു. ആക്രമണത്തിന് മുൻപ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാദം ഖത്തർ തള്ളിക്കളഞ്ഞു. മാത്രവുമല്ല, ഇസ്രയേൽ കാണിച്ച തെമ്മാടിത്തരമാണ് എന്ന് പറയാനും ഖത്തർ മടിച്ചില്ല. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. അതുപോലെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്ത് ബാലകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ആൻഡ് ജലീൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ശരിക്കും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഈ ഗൾഫ് നാടുകളിലേക്ക് ഒരു ആക്രമണം നടത്താൻ ഇസ്രയേൽ ധൈര്യപ്പെടും. മാത്രമല്ല, ഒരു മീഡിയേറ്ററിൻ്റെ പരിവേഷമുള്ള ഖത്തറിലേക്ക് ഹമാസിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരു ആക്രമണം നടത്താൻ, അമേരിക്കൻ മിലിറ്ററി ബേസുള്ള ഒരു സ്ഥലത്ത് ആക്രമണം നടത്താൻ ഇസ്രയേൽ മുതിർന്നു എന്നുള്ളത് അമേരിക്കയ്ക്കും വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. അമേരിക്കയുടെ മൗന അനുവാദത്തോടെ ആയിരിക്കണം ഈ ഒരു ആക്രമണം നടന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ശ്രീജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും എസ്കെൻ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ഇത് നിഷേധിക്കാതെ നിർവാഹമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അത് തന്നെയാണ് ട്രംപിന്റെ പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഈ കാര്യം മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ചിരുന്നു, എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഖത്തറിനെ സംബന്ധിച്ച് ഈ കാലം വരെ ഒരു മധ്യസ്ഥ ലൈനിൽ നിന്നൊരു ഖത്തറിനെ സംബന്ധിച്ച് ഇത് സഹിക്കാനാവുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല, അവരുടെ നാട്ടിൽ മധ്യസ്ഥതയ്ക്ക് എത്തിയ മറ്റൊരു സംഘടനയുടെ നേതാക്കളെയാണ് കൊലപ്പെടുത്തിയുള്ളത്. മാത്രമല്ല, ഖത്തറിന്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഖത്തർ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഒരു തരത്തിലും സഹിക്കാൻ കഴിയാത്തത് എന്ന രൂപത്തിൽ. അത് മാത്രമല്ല, ഇത് നീതീകരിക്കാനാകാത്തത് ഖത്തറിന്റെ പരമാധികാരത്തിന് മേൽ മറ്റൊരു രാജ്യം എന്തിന് കടന്നു കയറി എന്ന തരത്തിലുള്ള അതിരൂക്ഷമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ ഖത്തറിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളായ ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ തനി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ ഈ കാലം വരെ അവരെടുക്കാത്തൊരു നിലപാട്, അതിരൂക്ഷമായ വിമർശനമൊക്കെയാണ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ളത്. ഒരു അറബ് രാജ്യത്തിന് മുകളിൽ ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷമായ ആക്രമണം ഇത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, നീതീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ ഇങ്ങനെയല്ല, പരമാധികാരത്തോട് ഇങ്ങനെയല്ല ഒരു രാജ്യം ചെയ്യേണ്ടത് എന്ന രൂപത്തിൽ വലിയ വിമർശനവും അതിരൂക്ഷമായ വാക്കുകളുമാണ് ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ചത്. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരു സമയത്ത് അറബ് ലോകം ഒന്നാകെ ഖത്തറിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. ഇതുവരെ പല രൂപത്തിൽ പല അഭിപ്രായങ്ങളുമായി നിന്ന അറബ് ലോകം ഇക്കാര്യം വന്നപ്പോൾ സ്വാഭാവികമായും ഒരു അറബ് രാജ്യത്തിന് മുകളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ രൂപത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അറബ് ലോകം ഒന്നാകെ ഖത്തറിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നു. അതിൽ സൗദിയുണ്ട്, ഇറാനുണ്ട്, UAE ഉണ്ട്. ഈ രാജ്യങ്ങളെല്ലാം സമ്പൂർണ്ണ പിന്തുണയാണ് ഖത്തറിന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അമേരിക്കയെ സംബന്ധിച്ച് എസ്കെൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ എയർബേസുകളുണ്ട്, അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളുണ്ട്. അമേരിക്കയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ മൗനാനുവാദം എല്ലാ കാലത്തും ഇതിനെല്ലാം ഉണ്ട്, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നുകിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഖത്തറിനെ പിന്തുണയ്ക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചിരുന്നു എന്നൊരു വാദത്തിലേക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ അത് ഖത്തർ പൂർണ്ണമായും ആ വാദത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല, ഈ ആക്രമണത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഇവിടെ മധ്യസ്ഥതയ്ക്ക് വന്നൊരു ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കളെ എന്തിന് നിങ്ങൾ ആക്രമിച്ചു എന്ന ചോദ്യങ്ങളാണ് തിരിച്ച് ഖത്തർ ചോദിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലും അറബ് ലോകത്തും വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഖത്തറിന് വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ പൊതുവെ ഖത്തറിനോട് ഇപ്പോൾ അനുഭാവപൂർണ്ണമായ ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വലിയ ഒരുപക്ഷെ ഖത്തറിന്റെ പ്രതികരണം അല്ലെങ്കിൽ അറബ് ലോകത്തിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി ഇക്കാര്യത്തിൽ അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപിന്റെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പൂർണ്ണമായി ഇപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുക എന്നൊരു നിലപാടായിരിക്കും അമേരിക്ക സ്വീകരിക്കുക. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇസ്രായേൽ എടുത്തിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ് ആക്രമണം നടത്തിയത്, ഞങ്ങൾ ലക്ഷ്യമിട്ടത് ഹമാസിന്റെ നേതാക്കളെ തന്നെയാണ്. ഇനി ഗാസയുമായി ബന്ധപ്പെട്ട് ഗാസയിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം, ഗാസയിൽ ഇനി ഹമാസിന്റെ പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഹമാസിനെ എതിർക്കാനും ഹമാസിന്റെ നേതാക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ അവിടെ ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ട് വശത്ത് ഖത്തറിനെ സംബന്ധിച്ച് ഹമാസിനൊപ്പം നിൽക്കുക എന്നൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ പോകേണ്ടി വരും. കാരണം സമാധാനത്തിന്റെ പാതയിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ ജിദ്ദയിലെത്തിയ ആളുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ വലിയ പ്രതികരണം ഖത്തറിന്റെ ഭാഗത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്നത് ഇനി ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് ചേരുകയാണ്. സൗദി അറേബ്യ ഖത്തറിന് ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഗൾഫ് നാടുകളിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം അവരുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമായി അവർ കരുതുന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷൻ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജലീൽ, സൗദി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ ഖത്തർ ആക്രമണത്തെ? ഇന്നലെ നടന്ന ഈ ആക്രമണത്തെ എല്ലാ
പല രാജ്യങ്ങളും ലോകരാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്. സൗദി, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ യൂണിയനും എല്ലാം വളരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. എന്നാൽ ദോഹ ഇപ്പോൾ ശാന്തമാണ്, കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ്. ദോഹയിൽ പലതവണ ഇന്നലെ സ്ഫോടനമുണ്ടായി. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നത് എന്നാണ് ഈ ലോകരാജ്യങ്ങളെല്ലാം പറയുന്നത്. സമാധാനത്തിന് ഇസ്രായേലിന് താല്പര്യമില്ല എന്നാണ് ഈ സ്ഫോടനം, ഈ ആക്രമണം തെളിയിക്കുന്നത് എന്ന് പല രാജ്യങ്ങളും പ്രതികരിക്കുകയുണ്ടായി. ഗസയുമായി ബന്ധപ്പെട്ട് സമാധാന ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. ഇത് കേട്ടുകേൾവിയില്ലാത്തതാണ്. അമേരിക്ക മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹമാസ് നേതാക്കൾ ഖത്തറിലെത്തിയത്. ഇവരെ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം. ഗൾഫ് രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ യൂണിയനും വിവിധ മറ്റു രാജ്യങ്ങളും എല്ലാം ശക്തമായി അപലപിച്ചിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷയ്ക്ക് വളരെ ശക്തമായ കനത്ത ഭീഷണിയാണ് ഇസ്രായേൽ എന്ന് ഖത്തർ പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകുകയും ചെയ്തു. 5 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. ഇതിൽ ഹമാസ് നേതാവ് ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ മകനും ഉൾപ്പെടും. ഇതിന് പുറമെയാണ് 6ാമതൊരാൾ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സാദ് മഹ്മൂദ് അൽ മദൂസയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസ് നേതാക്കളെല്ലാം സുരക്ഷിതരാണ്. ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെല്ലാം സുരക്ഷിതരാണ് എന്നാണ് ഹമാസ് പ്രതികരിക്കുന്നത്. ഖത്തർ ഹമാസ് നേതാക്കളുടെ ഒരു അഭയകേന്ദ്രമായി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഖത്തർ ഈ വിഷയത്തിൽ സമാധാന ശ്രമമാണ് നടത്തിവരിക്കുന്നത് എന്നാണ് ഖത്തർ അറിയിക്കുന്നത്. അതേസമയം ആക്രമണത്തിൽ താൻ സന്തുഷ്ടനല്ല എന്നാണ് ട്രംപ് ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു പ്രതികരണം ട്രംപിൻ്റെതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് വിശദമായി ഇന്ന് പ്രതികരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഖത്തറിലെ ആക്രമണം ട്രംപിന്റെ അറിവോടെയാണ് എന്ന ഒരു റിപ്പോർട്ടുകളും ഉണ്ട്. 2 ദിവസം മുമ്പ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ്, ഇത് തന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലിന് പൂർണ്ണമായും കൺട്രോൾ നഷ്ടപ്പെട്ടതായി അമേരിക്കൻ സെനറ്റ് അംഗവും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. ഏതായാലും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് നടന്നത് എന്നതിൽ സംശയമില്ല. ലോകരാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾക്ക് പുറമെ മറ്റു ലോക ജലീൽ കണ്ണമംഗലം ശരിയായിരുന്നു. ഇനി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്ക് വിളിച്ചിരുന്നു. മധു, യഥാർത്ഥത്തിൽ നമ്മുടെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് എല്ലാ സുരക്ഷയും ഒരുക്കാനുള്ള മിലിറ്ററി ബേസും ഒക്കെ സ്ഥാപിച്ച് അമേരിക്ക അതിനുള്ള പണവും പറ്റി കഴിഞ്ഞിട്ട് അവിടേക്ക് ഇങ്ങനെ ഒരു സൈനിക ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അത് നീതീകരിക്കാൻ കഴിയില്ല. ക്ഷമിക്കണം, എന്താണ് ഇതിനെക്കുറിച്ച് അമേരിക്കയിൽ പരക്കുന്ന കാര്യങ്ങൾ? ഈ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ രോഷാകുലനാണെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒന്ന്, അമേരിക്ക ഖത്തർ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനപ്പുറം ഖത്തർ ഭരണാധിപനുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. നമുക്കറിയാം, എയർഫോഴ്സ് 1 ഉപയോഗിക്കാനായിട്ട് അത്രയും വില കൂടിയ വിമാനവും ഒക്കെ അദ്ദേഹത്തിന്റെ യാത്രയിൽ ട്രംപിന് നൽകിയതാണ്. ഡൊണാൾഡ് ട്രംപിനെ ശരിക്കും ഇസ്രായേൽ നോക്കുകുത്തിയാക്കി എന്ന് വേണം ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുവാൻ. കാര്യം, ഈ ആക്രമണം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിവരം അറിഞ്ഞത്. അതും ഇസ്രായേൽ അല്ല അറിയിച്ചത്, അമേരിക്കയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഡാൻ കെയ്ൻ ആണ് ഈ വിവരം വിളിച്ച് വൈറ്റ് ഹൗസിൽ പറയുന്നതും. ഉടൻ തന്നെ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനോട് ഖത്തറിനെ ഈ വിവരം അറിയിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും താമസിച്ചു പോയി. അവിടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞതായിട്ട് ഖത്തർ തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസുമായിട്ടുള്ള ആക്രമണം ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് അനുകൂലിക്കുന്നുണ്ടെങ്കിലും ദോഹ പോലെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് സ്കൂളുകളും കെട്ടിടങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് ഇസ്രായേൽ ഏകപക്ഷീയമായ ഒരു ആക്രമണം നടത്തിയത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല, ഇതിന്റെ തൊട്ടു മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വിശ്വസ്തനുമായിട്ട് ഈ ഹമാസുമായിട്ടുള്ള ചർച്ചകളുടെ അവസാന രൂപം തയ്യാറാക്കുവാനായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ച നടത്തുമ്പോഴും ഇസ്രായേൽ ഇത്തരം ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞില്ല എന്നതും അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഇത്തരം ഒരു എടുത്തുചാട്ടത്തിൽ തുടർ നടപടികൾ എന്തുണ്ടാകുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഇന്നലെ ഉണ്ടായ ആക്രമണം വളരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമാണ്. ഗൾഫ് നാടുകളിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറിഞ്ഞ് അവരെല്ലാവരും ഒന്നിക്കാനൊരു കാരണമായി ചിലപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആക്രമണം കാരണമായേക്കാനും സാധ്യതയുണ്ട്.